കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം നൽകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമീൻ തോട്ടുമുക്കാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, നോബിളും പ്രശാന്തും ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ നടത്തുകയാണ്. 11 പേർ മലയാളികളാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. അതിൽ കൊല്ലം സ്വദേശി ഷമീറിനെയും ഒപ്പം ഒരു പന്തോളം സ്വദേശിയുടെയും പേരുവിവരങ്ങൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? കേരളം ഏതെല്ലാം തരത്തിൽ ഇടപെടൽ നടത്തുന്നു? ബെനിലെ വലിയ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ മലയാളികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടവരിൽ എന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. 1-2 പേരല്ല, 11 പേർ മലയാളികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്ക്. അത് സംസ്ഥാനത്തും വലിയ രീതിയിലുള്ള ഒരു ദുഃഖം സാന്ദ്രമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതൊക്കെ കൊണ്ടുകൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. അത് കുവൈറ്റിലുള്ള ഇന്ത്യൻ എംബസിയോട് അടിയന്തര ഇടപെടൽ നടത്താൻ നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ പ്രധാനമായും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, പരുക്ക് പറ്റിയ നിരവധി ആളുകൾ ഇപ്പോഴുമുണ്ട്. അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ കൂടി പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാരണം ആരൊക്കെയാണ് മരിച്ചതെന്നും എവിടെയുള്ള ആളുകളാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടിയൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഈ 11 മലയാളികൾ ഉണ്ട് എന്ന് കേട്ടതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രവാസി കുടുംബങ്ങൾ പലരും, പ്രത്യേകിച്ച് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ കുടുംബങ്ങൾ പലരും ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്, കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്, കൃത്യമായ പേര് വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. പരുക്ക് പറ്റിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജീവൻ രക്ഷിക്കുന്നതിന് കൃത്യമായ ഇടപെടലുകൾ അനിവാര്യമാണ്. ആ അർത്ഥത്തിലുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. അതിന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ഒരാവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ ദുഃഖം മുഖ്യമന്ത്രി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിൽ പങ്കുചേരുന്നതായുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈറ്റിലെ പ്രവാസി സംഘടനകളുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാസി സംഘടനകളെ കൂടി രംഗത്തിറക്കിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഇടപെടൽ കൂടി കേരളത്തിൽ നിന്ന് ആ തരത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഔദ്യോഗികമായുള്ള ചാനലുകളിലൂടെയുള്ള ഇടപെടലുകൾ കൂടി വേണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരിക്കുന്നത്.